ഇന്ത്യൻ സിനിമയ്ക്ക് ഇന്ന് ലോകമെമ്പാടും വലിയ അംഗീകാരമാണ്. RRR ഓസ്കാർ നേടി ഇന്ത്യൻ സിനിമകൾ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ചർച്ചയാകുന്നു. എന്നാൽ ഈ യാത്രയുടെ തുടക്കം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരു സിനിമയാണ്, മദർ ഇന്ത്യ. ഇന്ത്യയെ ലോക സിനിമയുടെ ഭൂപടത്തിൽ ആദ്യമായി ഉറച്ച സ്ഥാനത്ത് എത്തിച്ച ചിത്രം. ഓസ്കാറിന്റെ അവസാന 5 ചിത്രങ്ങളിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യൻ സിനിമ. വെറും ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം നഷ്ടപ്പെട്ട ചിത്രം. പക്ഷേ ഈ സിനിമ ഒരു സാധാരണ സിനിമയായിരുന്നില്ല. ഒരു അമേരിക്കൻ എഴുത്തുകാരി ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് എഴുതിയ ഒരു പുസ്തകത്തിന് നൽകിയ ശക്തമായ മറുപടിയായിരുന്നു ഇത്. ഒരു സംവിധായകന്റെ ജീവിത സ്വപ്നമായിരുന്നു ഇത്. ഒരു നടിയുടെ അഭിനയ ജീവിതത്തെ അനശ്വരമാക്കിയ ചിത്രം കൂടിയായിരുന്നു ഇത്. അതിലുപരി ഒരു തീപിടുത്തത്തിനിടയിൽ ആരംഭിച്ച ഒരു യഥാർത്ഥ പ്രണയകഥയുടെ സാക്ഷിയും ഈ സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്നും മദർ ഇന്ത്യ ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും മഹത്തായ ക്ലാസിക്കുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത്? ആരായിരുന്നു ഈ സിനിമയുടെ സൃഷ്ടാവായ മെഹബൂബ് ഖാൻ? 1957 ഒക്ടോബർ 25 സ്വാതന്ത്ര്യം നേടിയിട്ട് 10 വർഷം മാത്രമായിരുന്ന ഇന്ത്യയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തിയേറ്ററുകളിൽ ഒരേ ദിവസം ഒരു സിനിമ റിലീസ് ചെയ്തു. പ്രേക്ഷകർ ആദ്യം കണ്ടത് ഒരു ഗ്രാമവും ഒരു കനാലും. തുടർന്ന് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വൃദ്ധ സ്ത്രീ. ആ സ്ത്രീയുടെ പേര് രാധ. അവൾ തൻ്റെ ജീവിതം ഓർത്തെടുക്കുമ്പോൾ പ്രേക്ഷകർ ഒരു സ്ത്രീയുടെ കഥ മാത്രമല്ല കണ്ടത്, ഇന്ത്യയുടെ തന്നെ കഥയാണ് അവർ കണ്ടത്. എന്നാൽ ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് 1957 അതിനും വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന്റെ വിത്ത് വിതച്ചത് മെഹബൂബ് ഖാൻ. 1907 സെപ്റ്റംബർ 9 ഗുജറാത്തിലെ ബിലിമോറയ്ക്കടുത്തുള്ള ഒരു സാധാരണ മുസ്ലിം കർഷക കുടുംബത്തിലാണ് മെഹബൂബ് ഖാൻ ജനിച്ചത്. സമ്പത്തോ സ്വാധീനമോ ഒന്നുമില്ലാത്ത കുടുംബം. ചെറുപ്പം മുതൽ കർഷകരുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവും കടബാധ്യതയും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാണ് അദ്ദേഹം വളർന്നത്. ഈ ബാല്യാനുഭവങ്ങളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആത്മാവായത്. യൗവനത്തിൽ തൊഴിൽ തേടി അദ്ദേഹം ബോംബെയിലേക്ക് എത്തി. അന്ന് ഇന്ത്യയിലെ സിനിമാ വ്യവസായം വളർച്ചയുടെ ആദ്യഘട്ടത്തിലായിരുന്നു. ആദ്യം ചെറിയ ജോലികൾ, പിന്നീട് ജൂനിയർ ആർട്ടിസ്റ്റ്, അതിനുശേഷം ചെറിയ കഥാപാത്രങ്ങൾ. സിനിമയുടെ എല്ലാ മേഖലകളും അടുത്തറിഞ്ഞ മെഹബൂബ് ഖാൻ ഒരു കാര്യം മനസ്സിലാക്കി: സിനിമ വെറും വിനോദമല്ല, സമൂഹത്തോട് സംസാരിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഭാഷയാണത്. 1935 ആദ്യമായി സംവിധാനം ചെയ്യാൻ അവസരം ലഭിച്ചു. പിന്നീട് ഒന്നിനു പിന്നാലെ ഒന്നായി വിജയങ്ങൾ. സാമൂഹിക വിഷയങ്ങൾ, കർഷകരുടെ ജീവിതം, ദരിദ്രരുടെ പോരാട്ടം, സ്ത്രീകളുടെ ആത്മാഭിമാനം, ഇവയെല്ലാം അദ്ദേഹത്തിന്റെ സിനിമകളിലെ സ്ഥിരം വിഷയങ്ങളായി. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നായകൻ ഒരാൾ മാത്രമായിരുന്നില്ല, ഒരു സമൂഹം മുഴുവൻ നായകനാകുന്ന രീതിയായിരുന്നു. 1940 മെഹബൂബ് ഖാൻ സംവിധാനം ചെയ്ത ഔരത്ത് എന്ന ചിത്രം പുറത്തിറങ്ങി. ഒരു ഗ്രാമീണ സ്ത്രീയുടെ അതിജീവന കഥ പറഞ്ഞ ആ ചിത്രം നിരൂപകരുടെ പ്രശംസ നേടിയെങ്കിലും സാങ്കേതികപരമായും സാമ്പത്തികപരമായും അദ്ദേഹം മനസ്സിൽ കണ്ട മഹത്തായ രൂപത്തിൽ അത് ഒരുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അദ്ദേഹം തീരുമാനിച്ചു, ഒരു ദിവസം ഇതേ കഥ ലോകം മറക്കാത്ത രീതിയിൽ ഞാൻ വീണ്ടും ചിത്രീകരിക്കും. ഏകദേശം 17 വർഷങ്ങൾക്ക് ശേഷം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അതായിരുന്നു മദർ ഇന്ത്യ. എന്നാൽ പേരിന് പിന്നിൽ വലിയൊരു ശക്തമായ ചരിത്രമുണ്ടായിരുന്നു. ഒരു പുസ്തകത്തിന് സിനിമയിലൂടെ നൽകിയ മറുപടി. 1927 അമേരിക്കൻ എഴുത്തുകാരിയായ കാതറിൻ മേയോ മദർ ഇന്ത്യ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ ഇന്ത്യയെ അത്യന്തം പിന്നോക്കവും അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതുമായ ഒരു രാജ്യമായി ചിത്രീകരിച്ചു. ഇന്ത്യൻ സ്ത്രീകളെയും കുടുംബ സംവിധാനത്തെയും സംസ്കാരത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ആ പുസ്തകം ഇന്ത്യയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. മഹാത്മാഗാന്ധി പോലും അതിനെ ശക്തമായി വിമർശിച്ചു. മെഹബൂബ് ഖാൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ പുതിയ സിനിമയ്ക്ക് അതേ പേര് തിരഞ്ഞെടുക്കാൻ കാരണം ഇതായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശം വ്യക്തമായിരുന്നു: നിങ്ങൾ പുസ്തകത്തിൽ കണ്ട ഇന്ത്യ അല്ല ഇത്, യഥാർത്ഥ ഇന്ത്യയെ ഞാൻ കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ മുഖം ഒരു രാജാവോ നേതാവോ ആയിരുന്നില്ല, അതൊരു ഗ്രാമീണ അമ്മയായിരുന്നു, രാധ. ആ കാലത്ത് നർഗീസ് ബോളിവുഡിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായിരുന്നു. പ്രണയനായികയായിട്ടായിരുന്നു അവർ കൂടുതലും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ മെഹബൂബ് ഖാൻ അവരിൽ മറ്റാരും കാണാത്ത ഒരു നടിയെ കണ്ടു. 20-കാരിയായ ഒരു നടിയെ. 20 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ജീവിതം അവതരിപ്പിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്തു. പലരും അതിനെ എതിർത്തു. ഇത്ര ചെറുപ്പക്കാരിക്ക് അമ്മയുടെ കഥാപാത്രം വിശ്വസനീയമാകുമോ? എന്നാൽ സിനിമ പുറത്തിറങ്ങിയപ്പോൾ എല്ലാ സംശയങ്ങളും ഇല്ലാതായി. നർഗീസ് രാധയായി അഭിനയിച്ചില്ല, അവർ രാധയായി ജീവിച്ചു. ഇന്നും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച വനിതാ പ്രകടനങ്ങളുടെ പട്ടികയിൽ ഈ കഥാപാത്രം മുൻനിരയിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ്. അന്നത്തെ ഇന്ത്യൻ സിനിമയിൽ ഇത്രയും വലിയ തോതിൽ ഗ്രാമങ്ങളിൽ ചിത്രീകരണം നടത്തുന്നത് അപൂർവമായിരുന്നു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ യഥാർത്ഥ ഗ്രാമങ്ങളിലായിരുന്നു ചിത്രീകരണം. വിശാലമായ കൃഷിയിടങ്ങൾ, ചെളിവഴികൾ, കാളവണ്ടികൾ, വയലുകൾ, എല്ലാം സ്റ്റുഡിയോ സെറ്റപ്പുകളല്ലായിരുന്നു. പ്രേക്ഷകർക്ക് യഥാർത്ഥ ഇന്ത്യയെ അനുഭവിപ്പിക്കുകയായിരുന്നു മെഹബൂബ് ഖാന്റെ ലക്ഷ്യം. ടെക്നിക്കലർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ചിത്രങ്ങളിൽ ഒന്നായതിനാൽ ഓരോ ഫ്രെയിമും വലിയ ശ്രദ്ധയോടെയാണ് ഒരുക്കിയത്. ഇന്ത്യൻ സിനിമയിൽ അമ്മ എന്ന കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന പേര് രാധയാണ്. പക്ഷെ രാധ ജന്മന ശക്തിയായ ഒരു സ്ത്രീ ആയിരുന്നില്ല. ജീവിതം
കാരണം ഓരോ ദിവസവും അവളെ പരീക്ഷിച്ചത് കൊണ്ടാണ് ആ കരുത്തിലേക്ക് അവൾ വളർന്നത്. സിനിമ ആരംഭിക്കുന്നത് ഒരു വലിയ കനാൽ ഉദ്ഘാടന ചടങ്ങിലാണ്. ഗ്രാമത്തിലെ ഏറ്റവും പ്രായം ചെന്ന സ്ത്രീയായ രാധയെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്നു. കനാലിലൂടെ ഒഴുകി തുടങ്ങുന്ന വെള്ളം കണ്ടപ്പോൾ അവളുടെ മനസ്സ് വർഷങ്ങൾ പിന്നിലേക്ക് യാത്ര ചെയ്യുന്നു. അങ്ങനെ പ്രേക്ഷകർ രാധയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നു. രാധയുടെ വിവാഹ ദിനം ഒരു സാധാരണ ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതത്തിലെ സന്തോഷ നിമിഷം. എന്നാൽ ആ സന്തോഷത്തിന് മേൽ ആദ്യ നിഴൽ വീഴുന്നത് വിവാഹ ചെലവിനെടുത്ത കടത്തിലൂടെയാണ്. രാധയുടെ അമ്മായിയമ്മ പലിശക്കാരനായ സുഖിലാലിൽ നിന്ന് കടം വാങ്ങുന്നു. പക്ഷെ അത് സാധാരണ കടമല്ല. ദരിദ്രർ ഒരിക്കലും മോചിതരാകരുതെന്ന് ഉറപ്പാക്കുന്ന ഒരു ചൂഷണ വ്യവസ്ഥയുടെ പ്രതീകമായിരുന്നു അത്. വിളവിന്റെ വലിയൊരു പങ്ക് പലിശയായി സുഖിലാൽ കൈക്കലാക്കുന്നു. എത്ര കഷ്ടപ്പെട്ട് കൃഷി ചെയ്താലും കടം തീരുന്നതേയില്ല. പലിശയ്ക്ക് മുകളിൽ പലിശ കയറി കുടുംബത്തിന്റെ ജീവിതം മുഴുവൻ അയാളുടെ കൈകളിൽ കുടുങ്ങുന്നു. ഇവിടെ സുഖിലാൽ ഒരു വ്യക്തി മാത്രമല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പും ശേഷവും ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന ഭൂവുടമ വ്യവസ്ഥയുടെയും കടബാധ്യതയുടെയും ചൂഷണ വ്യവസ്ഥയുടെ പ്രതീകമാണ്. രാധയുടെ ഭർത്താവ് ശ്യാമു കഠിനാധ്വാനിയായ കർഷകനാണ്. കുടുംബത്തെ രക്ഷിക്കാനായി രാവും പകലും വയലിൽ പണിയെടുക്കുന്നു. എന്നാൽ വിധി വീണ്ടും അവരെ പരീക്ഷിക്കുന്നു. ഒരു ദിവസം വലിയ പാറ ഉയർത്തുന്നതിനിടെ അപകടമുണ്ടാകുന്നു. പാറ വീണ് ശ്യാമുവിന്റെ രണ്ട് കൈകളും ഗുരുതരമായി തകരുന്നു. ഇനി അയാൾക്ക് കൃഷി ചെയ്യാനോ കുടുംബത്തെ പോറ്റാനോ കഴിയില്ല. സ്വന്തം ഭാര്യയും മക്കളും പട്ടിണി കിടക്കുന്നത് കാണാൻ കഴിയാതെ ഒരു രാത്രി ആരോടും ഒന്നും പറയാതെ ശ്യാമു ഗ്രാമം വിട്ടുപോകുന്നു. ഇവിടെയാണ് രാധയുടെ യഥാർത്ഥ പോരാട്ടം ആരംഭിക്കുന്നത്. ഭർത്താവില്ല, കടം തലയിൽ, വയോധികയായ അമ്മായിയമ്മ, 4 ചെറിയ കുട്ടികൾ, ജീവിതം ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥ. എന്നാൽ രാധ തളരുന്നില്ല. അവൾ വയലിലേക്ക് ഇറങ്ങുന്നു. പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ പോലും ചെയ്യുന്നു. വെയിലും മഴയും വകവയ്ക്കാതെ മണ്ണിനോട് പൊരുതുന്നു. ഈ രംഗങ്ങൾ പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിച്ചതിന്റെ കാരണം അവ വെറും സിനിമയല്ലായിരുന്നു. അന്നത്തെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷക സ്ത്രീകളുടെ യഥാർത്ഥ ജീവിതമായിരുന്നു അത്. പക്ഷെ ദുരന്തങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. ഗ്രാമത്തെ ഒരു മഹാപ്രളയം വിഴുങ്ങുന്നു. കൃഷിയും വീടുകളും സ്വപ്നങ്ങളും എല്ലാം വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു. ആ ദുരന്തത്തിൽ രാധയുടെ 2 മക്കൾ മരിക്കുന്നു. ഒരു അമ്മയ്ക്ക് സഹിക്കാനാവുന്ന ഏറ്റവും വലിയ വേദന. ജീവിച്ചിരിക്കുന്ന 2 മക്കളെ ചേർത്ത് പിടിച്ച് കരയുന്ന നർഗീസിന്റെ അഭിനയമാണ് ഈ ചിത്രത്തെ ലോകോത്തര നിലവാരത്തിലെത്തിച്ചത്. ഒരു വാക്കുപോലും പറയാതെ കണ്ണുകളിലൂടെ മാത്രം അവർ പ്രകടിപ്പിച്ച ദുഃഖം ഇന്നും സിനിമാ പ്രേമികളെ വിസ്മയിപ്പിക്കുന്നു. ഇതേ സമയത്താണ് സുഖിലാൽ വീണ്ടും തന്റെ യഥാർത്ഥ മുഖം കാണിക്കുന്നത്. എന്റെ കൂടെ വന്നാൽ നിന്റെ കഷ്ടപ്പാടെല്ലാം തീരും. അവൻ സഹായ വാഗ്ദാനം ചെയ്യുന്നു. പക്ഷെ അതിന് പകരം ആവശ്യപ്പെടുന്നത് രാധയുടെ ആത്മാഭിമാനമാണ്. പട്ടിണി സഹിക്കാം, ദാരിദ്ര്യം സഹിക്കാം, പക്ഷെ സ്വന്തം മാന്യത പണയം വെക്കില്ല എന്ന തീരുമാനമാണ് രാധ എടുക്കുന്നത്. അതായിരുന്നു മദർ ഇന്ത്യയുടെ ആത്മാവ്. ഈ ഒരൊറ്റ രംഗത്തിലൂടെ മെഹബൂബ് ഖാൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ശക്തിയെക്കുറിച്ചാണ്. അവൾ വെറും കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നവളല്ല, മൂല്യങ്ങളെ സംരക്ഷിക്കുന്നവളുമാണ്. വർഷങ്ങൾ കടന്നു പോകുന്നു. രാധയുടെ 2 മക്കളായ രാമുവും ബിർജുവും വളരുന്നു. രാമു അമ്മയെപ്പോലെ ശാന്തനും ക്ഷമയുള്ളവനുമാണ്, നിയമം പാലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവൻ. എന്നാൽ ബിർജു അങ്ങനെയല്ല. കുട്ടിക്കാലം മുതൽ സുഖിലാലിന്റെ ക്രൂരത കണ്ടാണ് അവൻ വളർന്നത്. അമ്മയുടെ കണ്ണീരും പട്ടിണിയും അവന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീ കത്തിച്ചു. ഒരു ദിവസം ഈ അന്യായത്തിന് ഞാൻ കണക്ക് ചോദിക്കും. ആ ചിന്തയാണ് പിന്നീട് ബിർജുവിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. സുനിൽ ദത്ത് അവതരിപ്പിച്ച ബിർജു ഒരു സാധാരണ വില്ലൻ കഥാപാത്രമല്ല, സമൂഹം തന്നെ സൃഷ്ടിച്ച ഒരു കലാപകാരിയായിരുന്നു. അനീതിയും ചൂഷണവും തുടർച്ചയായി അനുഭവിച്ച ഒരു മനുഷ്യൻ അങ്ങനെ അക്രമത്തിലേക്ക് വഴുതി വീഴുന്നു എന്നതിന്റെ പ്രതീകമായിരുന്നു ആ കഥാപാത്രം. മെഹബൂബ് ഖാന്റെ തിരക്കഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതായിരുന്നു. ബിർജുവിനെ ഒരിടത്തും പൂർണ്ണമായും ദുഷ്ടനായി ചിത്രീകരിക്കുന്നില്ല. അവന്റെ ഓരോ പ്രവൃത്തിക്കും പിന്നിൽ ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ടെന്ന് സംവിധായകൻ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നു. കാലം കടന്നു പോകുമ്പോൾ ബിർജുവിന്റെ പ്രതികാരം കൂടുതൽ ശക്തമാകുന്നു. പലിശക്കാരനായ സുഖിലാലിനെ തുറന്നു വെല്ലാൻ അവൻ തുടങ്ങുന്നു. ഗ്രാമവാസികൾ ഭയന്ന് മിണ്ടാതിരിക്കുമ്പോൾ ബിർജു മാത്രമാണ് അയാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത്. ഇതിനിടെ രാധയുടെ മനസ്സിൽ വലിയൊരു ഭയമുണ്ട്. എൻ്റെ മകൻ തെറ്റായ വഴിയിലേക്ക് പോവുകയാണ്. ഒരു അമ്മയുടെ സ്നേഹവും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വവും തമ്മിലുള്ള സംഘർഷം ഇവിടെ തുടങ്ങുന്നു. ഈ വികാരഭരിതമായ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭവങ്ങളിൽ ഒന്ന് നടന്ന്. ക്ലൈമാക്സിനോടനുബന്ധിച്ച ഒരു രംഗം, വൈക്കോൽ കൂനകൾക്ക് തീ പിടിക്കുന്ന രംഗം ചിത്രീകരിക്കുകയായിരുന്നു. സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അപ്രതീക്ഷിതമായി കാറ്റിന്റെ ദിശ മാറി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണം വിട്ടു. ഷോട്ടിനായി നിന്നിരുന്ന നർഗീസ് തീയുടെ നടുവിൽ കുടുങ്ങി. സെറ്റിലുണ്ടായിരുന്നവർ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ആരും ഉടൻ തീക്കുള്ളിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. അപ്പോഴാണ് സുനിൽ ദത്ത് ഒരു നിമിഷം പോലും ആലോചിക്കാതെ തീക്കുള്ളിലേക്ക് ഓടിക്കയറിയത്. സ്വന്തം ജീവൻ പോലും അപകടത്തിലാണെന്ന് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹം നർഗീസിനെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ രക്ഷാപ്രവർത്തനത്തിനിടെ സുനിൽ ദത്തിനും പൊള്ളലേറ്റു. സിനിമയിലെ നായകൻ അന്ന് യഥാർത്ഥ ജീവിതത്തിലും നായകനായി
മാറി. അപകടത്തിന് ശേഷം പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന സുനിൽ ദത്തിനെ നർഗീസ് നിരന്തരം സന്ദർശിക്കുകയും പരിചരിക്കുകയും ചെയ്തു. ആദ്യത്തിൽ അത് നന്ദിയായിരുന്നു, പിന്നീട് അത് സൗഹൃദമായി. കാലക്രമേണ ആ സൗഹൃദം പ്രണയമായി. സിനിമയിൽ അമ്മയും മകനുമായി അഭിനയിച്ചിരുന്ന ഈ രണ്ടുപേർ യഥാർത്ഥ ജീവിതത്തിൽ ജീവിത പങ്കാളികളാകുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. 1958 ഇരുവരും വിവാഹിതരായി. പിന്നീട് അവരുടെ കുടുംബത്തിലേക്ക് ജനിച്ച മകനാണ് പിന്നീട് ഹിന്ദി സിനിമയിലെ സൂപ്പർ താരമായ സഞ്ജയ് ദത്ത്. ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ നടന്ന അപകടം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തമായ പ്രണയ കഥകളിൽ ഒന്നിന് വഴിയൊരുക്കി. ഇതിനിടെ സിനിമയിൽ ബിർജുവിന്റെ ജീവിതം മറ്റൊരു വഴിയിലേക്കാണ് നീങ്ങുന്നത്. അവൻ നിയമത്തിന് പുറത്തുള്ള ജീവിതം തിരഞ്ഞെടുക്കുന്നു, കൊള്ളക്കാരനായി മാറുന്നു. എന്നാൽ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഒരേ ഒരു ലക്ഷ്യം മാത്രം: സുഖിലാലിനോട് പ്രതികാരം. സുഖിലാലിന്റെ മകളുടെ വിവാഹം നടക്കുന്ന ദിവസം എത്തുന്നു. ഗ്രാമം മുഴുവൻ ആഘോഷത്തിലാണ്. വർഷങ്ങളായി അടക്കി വെച്ചിരുന്ന പ്രതികാരവുമായി ബിർജു അവിടേക്ക് കുതിച്ചെത്തുന്നു. അവന്റെ കണ്ണുകളിൽ ഇനി പ്രതികാരം മാത്രമാണ്. സുഖിലാലിനെ ആക്രമിച്ച ബിർജു അയാളുടെ മകളെ ബലമായി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. വർഷങ്ങളോളം തന്റെ അമ്മയെ അപമാനിച്ച മനുഷ്യനോട് ഇതിലും വലിയ ശിക്ഷ നൽകാനില്ലെന്നാണ് ബിർജുവിന്റെ വിശ്വാസം. ഗ്രാമം ഭയന്ന് നിശ്ചലമാകുന്നു. ആ നിമിഷം രാധയുടെ കയ്യിൽ ഒരു തോക്കെത്തുന്നു. അവളുടെ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മകനാണ്. എന്നാൽ പിന്നിൽ ഒരു നിരപരാധിയായ പെൺകുട്ടിയുടെ ജീവിതവും ഒരു ഗ്രാമത്തിന്റെ ആത്മാഭിമാനവും. ഒരു വശത്ത് മാതൃസ്നേഹം, മറ്റൊരു വശത്ത് ധർമ്മം. മെഹബൂബ് ഖാൻ ഈ രംഗം ഒരുക്കിയത് വെറും വികാരത്തിന് വേണ്ടിയായിരുന്നില്ല. ഇന്ത്യയുടെ പാരമ്പര്യ മൂല്യങ്ങളെയും നീതിബോധത്തെയും പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമായാണ് അദ്ദേഹം രാധയെ അവതരിപ്പിച്ചത്. അല്പനേരം മകനെ നോക്കി നിൽക്കുന്ന രാധ ഒടുവിൽ ട്രിഗർ അമർത്തുന്നു. വെടിയേറ്റ ബിർജു അമ്മയുടെ കൈകളിലേക്ക് വീഴുന്നു. മരിക്കുന്നതിന് മുമ്പ് അവൻ അവസാനമായി വിളിക്കുന്നത് ഒരു വാക്കാണ്: അമ്മ. ആ ഒറ്റ വിളിയിൽ വർഷങ്ങളായുള്ള സ്നേഹവും വേദനയും കുറ്റബോധവും എല്ലാം ഒതുങ്ങിക്കിടക്കുന്നു. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും ഗ്രാമത്തിലെ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം രക്ഷിക്കാനാണ് രാധ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രാധ ഒരു കഥാപാത്രത്തെക്കാൾ വലിയ പ്രതീകമായി മാറി. സിനിമയുടെ അവസാന രംഗത്തിൽ ബിർജുവിന്റെ രക്തം വീണ മണ്ണിലൂടെ കനാലിലെ വെള്ളം ഒഴുകി തുടങ്ങുന്നു. അതൊരു ദൃശ്യഭംഗി മാത്രമായിരുന്നില്ല, പഴയ അനീതികൾ അവസാനിച്ച് പുതിയ ഇന്ത്യ പിറക്കുന്നതിന്റെ പ്രതീകമായിരുന്നു. മദർ ഇന്ത്യയുടെ വികാരങ്ങളെ കൂടുതൽ ആഴത്തിലാക്കിയ മറ്റൊരു ഘടകം സംഗീതമായിരുന്നു. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ ഇതിഹാസമായ നൌഷാദാണ് ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയത്. ഗാനങ്ങൾക്ക് വരികൾ എഴുതിയത് ഷക്കീൽ ബദായൂനിയായിരുന്നു. ദുനിയ മേ ഹം ആയേ ഹേൻ തോ, നഗരി നഗരി, ദ്വാരേ ദ്വാരേ, ഹോലി ആയിരേ കൻഹായി, ഓ ജാനേ വാലേ തുടങ്ങിയ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും ഇന്ത്യൻ സിനിമാ സംഗീതത്തിലെ ക്ലാസിക്കുകളായി കണക്കാക്കപ്പെടുന്നു. ഗ്രാമീണ നാടോടി സംഗീതവും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതവും സമന്വയിപ്പിച്ച നൌഷാദിന്റെ സംഗീതം ചിത്രത്തിന്റെ വികാര തീവ്രത വർദ്ധിപ്പിച്ചു. അക്കാദമി അവാർഡിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള വിഭാഗത്തിലേക്ക് ഇന്ത്യ മദർ ഇന്ത്യയെ ഔദ്യോഗികമായി അയച്ചു. ലോകത്തിലെ മികച്ച 5 വിദേശ ഭാഷാ ചിത്രങ്ങളിൽ ഒന്നായി മദർ ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യൻ സിനിമയ്ക്ക് അത് ചരിത്രത്തിലെ ആദ്യ നേട്ടമായിരുന്നു. അവസാന മത്സരത്തിൽ ഇറ്റാലിയൻ സംവിധായകൻ ഫെഡറിക്കോ ഫെല്ലിനിയുടെ നൈറ്റ്സ് ഓഫ് കബീരിയ വിജയിച്ചു. വർഷങ്ങളായി പ്രചരിക്കുന്ന ഒരു വിവരമനുസരിച്ച് മദർ ഇന്ത്യക്ക് അവാർഡ് വെറും 1 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നഷ്ടമായതെന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിന് ഔദ്യോഗിക അക്കാദമി രേഖകളിലൂടെ സ്ഥിരീകരണമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ ആദ്യ ഓസ്കാർ നാമനിർദ്ദേശം എന്ന ബഹുമതി ഇന്നും മദർ ഇന്ത്യക്കാണ്. ഇന്ത്യയിൽ റിലീസ് ചെയ്തതോടെ ചിത്രം നിരൂപകരുടെയും പ്രേക്ഷകരുടെയും ഒരുപോലെ പ്രശംസ നേടി. ആ വർഷത്തെ ഫിലിം ഫെയർ അവാർഡുകളിൽ മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടി, മികച്ച ഛായാഗ്രഹണം, മികച്ച ശബ്ദലേഖനം എന്നിവ ഉൾപ്പെടെ പ്രധാന പുരസ്കാരങ്ങൾ ചിത്രം സ്വന്തമാക്കി. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിലും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. ചെക്കോസ്ലോവാക്യയിലെ കാർലോവി വാരി അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ നർഗീസ് മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. രാധയായി അവർ കാഴ്ചവെച്ച പ്രകടനം ഇന്ത്യൻ സിനിമയുടെ അഭിനയ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. മദർ ഇന്ത്യ ഒരു സിനിമയുടെ വിജയം മാത്രമായിരുന്നില്ല, അത് മെഹബൂബ് ഖാന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ദാരിദ്ര്യത്തിൽ വളർന്ന ഒരു കർഷക കുടുംബത്തിലെ ബാലൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം മാറ്റിമറിക്കുന്ന ഒരു ചിത്രം സൃഷ്ടിച്ചു. കർഷകരുടെ ജീവിതവും സ്ത്രീയുടെ ആത്മാഭിമാനവും സാമൂഹിക നീതിയും ഇന്ത്യൻ മണ്ണിന്റെ ആത്മാവും അദ്ദേഹം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. അതിനുശേഷം ഇന്ത്യയിൽ പുറത്തിറങ്ങിയ നിരവധി സിനിമകളിൽ മദർ ഇന്ത്യയുടെ സ്വാധീനം കാണാം. ഇന്ന് റിലീസായി 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മദർ ഇന്ത്യ വെറും ഒരു പഴയ സിനിമയല്ല, അത് ഇന്ത്യൻ സ്ത്രീയുടെ കരുത്തിന്റെ പ്രതീകമാണ്. അത് കർഷകന്റെ പോരാട്ടത്തിന്റെ ചരിത്രമാണ്. അത് ഒരു അമ്മയുടെ ത്യാഗത്തിന്റെ കഥയാണ്. അത് ഇന്ത്യൻ സിനിമ ലോകവേദിയിലേക്ക് നടന്ന ആദ്യ ധീരമായ ചുവടുവയ്പ്പാണ്. ഓസ്കാർ നേടാനായില്ല, പക്ഷെ ലോകത്തിന്റെ ആദരവ് നേടി. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ ആദ്യ അധ്യായങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതപ്പെടുന്ന പേര് മദർ ഇന്ത്യ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെന്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.